ജന്തർ മന്ദറിൽ ചില നിഗൂഢമായ സത്യങ്ങൾ കൂടി നിങ്ങളോട് വെളിപ്പെടുത്തേണ്ടതുണ്ട്. സത്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ അടക്കം മറച്ചു വെക്കുന്ന ചില സത്യങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. സുഹൃത്തുക്കളെ, ഇത്തരം വിഷയങ്ങൾ ഞാൻ കൂടുതൽ പോസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് നമ്മുടെ യുവത സമയം വേസ്റ്റാക്കുന്നത് ഡൽഹിയിൽ നിന്ന് എന്ന് ചിലർ കരുതിയേക്കാം. എന്നാൽ ഇതൊരിക്കലും സമയം വേസ്റ്റാക്കലല്ല. ഒരു വ്യക്തി, ഒരു നീറ്റ് ടോപ്പർ പറഞ്ഞത് ആ സമയത്ത് കൂടി നിങ്ങൾ പഠിക്കൂ എന്നതാണ്. പഠിച്ചാൽ മാത്രം രാജ്യത്ത് തൊഴിൽ ലഭിക്കുമോ, അല്ലെങ്കിൽ പരീക്ഷകളിൽ പാസ്സാവുമോ? ഇല്ല എന്നതാണ് നീറ്റ് പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ യുവത, നമ്മുടെ സ്റ്റുഡൻസ് തെരുവിലിറങ്ങാൻ കാരണം അവരുടെ ഭാവി ആലോചിക്കുക, നമ്മുടെ ഫ്യൂച്ചർ എന്താവണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഐതിഹാസികമായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ജന്തർ മന്ദറിൽ നടക്കുന്നതും അതേപോലെ തന്നെ നിരവധി സമരങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോസ്റ്റുകൾ നിങ്ങൾ കണ്ടതാണ്. അവിടെ എങ്ങനെയാണ് ഭക്ഷണം എത്തുന്നത് നിങ്ങൾക്കറിയോ? അവിടെ ആയിരക്കണക്കിന് ആളുകൾ, അതിൽ പഞ്ചാബികളുണ്ട്, കേരളക്കാരുണ്ട്, എല്ലാ സ്റ്റേറ്റുകളിലെ ആളുകളും അവിടെ ഒരുമിച്ച് കൂടുന്നു. അവർക്ക് ഭക്ഷണം എത്തുന്നത് ഒരു പ്രത്യേക സംവിധാനം, അത് വളരെ ഒരു കൗതുകരമാണ്. പുറത്തുള്ള ആളുകൾ സ്വിഗ്ഗി, സൊമാറ്റോയിൽ ഭക്ഷണം ഓർഡർ ചെയ്ത് അതിൻ്റെ അത് എത്തേണ്ട സ്ഥലം, അതിൻ്റെ ഡെസ്റ്റിനേഷനായിട്ട് കൊടുക്കുന്നത് ജന്തർ മന്ദറിലേക്കാണ്. അവിടത്തേക്ക് ആ രീതിയിൽ ഭക്ഷണം ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കൂടുതലും. അങ്ങനെ ഒരുപാട് ഭക്ഷണങ്ങൾ, സ്നാക്സുകളെല്ലാം അങ്ങോട്ടേക്ക് ഒഴുകുകയാണ്. നമ്മൾ അറിയാത്ത, നമ്മൾ കാണാത്ത ആളുകളാണ് അവിടത്തേക്ക് ഭക്ഷണം സംഭാവന ചെയ്യുന്നത്. സമരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും ചെലവുകളുമുണ്ട്. അതെല്ലാം ഈ രാജ്യത്തിനെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും നമ്മുടെ ഈ ഒരു പ്രവർത്തനം രാജ്യത്തിനെതിരല്ല. രാജ്യത്തെ സ്നേഹിക്കുന്ന, ആത്മാഭിമാനമുള്ള, രാജ്യസ്നേഹികളായ ആളുകളുടെ ഏറ്റവും കരുത്തുറ്റ ഒരു പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. അതിനെ ഇപ്പോൾ സോനം വാങ്ചുക്കിയെ പോലും ചൈന ഏജന്റ് എന്ന രീതിയിൽ വിളിക്കുന്ന ഒരു സംഭവ വികാസങ്ങൾ നമ്മൾ കാണുന്നു. അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പാകിസ്ഥാൻ ഏജന്റ് എന്നും ചൈന ഏജന്റ് എന്നും അങ്ങനെ വിളിച്ച് സമരത്തിനെ കുറച്ച് കാണാനല്ല. ഈ ഒരു നിലവിലുള്ള ഗവൺമെന്റിനെ അട്ടിമറിക്കാനും പാടില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നമുക്ക് സൊല്യൂഷനുകൾ വേണം. നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക്, രാജ്യം എന്നത് മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പൊട്ടൻഷ്യലുള്ള രാജ്യമാണ്. പക്ഷേ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനങ്ങളോട് പോരടിക്കുക എന്നത് തന്നെയാണ് വലിയൊരു ഈ കാലത്ത് ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം, അവിടെ നമ്മൾ കാണുന്ന ഒരു യൂണിറ്റി, NRC സമയത്ത് കണ്ടതുപോലെ സിഖുകാരും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യൻസുകളും എല്ലാവരും രാജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണുള്ളത്. കഴിഞ്ഞ വർഷങ്ങളായി രാജ്യത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന അനീതി, അസമത്വം, വിവേചനം എല്ലാം ചർച്ചയാകുന്ന കാലഘട്ടമാണിത്. എങ്ങനെയാണ് ഒരു ഗവൺമെന്റിന് സ്വന്തം ജനതയെ പരിഗണിക്കാതെ ഒരുപാട് കാലം മുന്നോട്ട് പോവുക എന്ന വലിയൊരു ചോദ്യചിഹ്നം കൂടി നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയും. ഇപ്പോൾ തന്നെ പുറത്തു വന്ന ഒരു വളരെ വളരെ കൗതുകരവും വളരെ രഹസ്യകുമാരമായ ഒരു കാര്യം, ഈ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവർക്ക് അത്തരം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് ലക്ഷങ്ങൾ വാഗ്ദാനങ്ങൾ ചെയ്ത് അവർ പണം നൽകുകയാണ്. ഗവൺമെന്റിനെതിരെ, ഗവൺമെന്റിന് അനുകൂലമായി ഈ സമരത്തിനെതിരായി സംസാരിക്കുന്നവർക്ക് ലക്ഷങ്ങൾ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് ഒരു റീൽ ചെയ്യുക, സെലിബ്രിറ്റികൾക്ക് പ്രത്യേകിച്ചും. എത്രമാത്രം അസംബന്ധമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയും. സെയിം ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം. സെലിബ്രിറ്റികൾ കുറച്ചു മാത്രമാണെങ്കിൽ, പ്രകാശ് രാജിനെ പോലെ കേരളത്തിലുള്ള ആളുകൾ കുറച്ചാളുകൾ മാത്രമാണെങ്കിലും അത്തരം ആളുകൾ പ്രതികരിക്കുമ്പോൾ അവർക്കെതിരെ
സോഷ്യൽ അറ്റാക്കിങ്, അവരെ ഭീഷണിപ്പെടുത്തലും തുടങ്ങിയ കാര്യങ്ങൾ കൂടി നടക്കുന്നു. നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ മാറി നിൽക്കുമ്പോൾ അൽ ജസീറയെ പോലെ BBC പോലെ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ വന്ന് കവറേജ് ചെയ്യേണ്ട ഒരു സാഹചര്യം, അത് നമ്മുടെ മീഡിയ എത്രത്തോളം രാജ്യ താല്പര്യത്തിൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്നതിൻ്റെ നഗ്നമായ സത്യമാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യാൻ കഴിയുക എന്താണ്? മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൊണ്ടാണെങ്കിലും കഴിയുന്നത് പോലെ ഈ സമരത്തിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ദൗത്യം എന്നത്. അത് വരും തലമുറയ്ക്ക് വേണ്ടിയാണ്, രാജ്യത്തിന് വേണ്ടിയാണ്, രാജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാ സമരത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും. ഇത് രാജ്യത്തിന് ഉന്നതിയിലേക്ക് എത്താനുള്ള ഒരു വിപ്ലവകരമായ ഒരു ചുവടുവെപ്പാകട്ടെ എന്ന് ആശംസിക്കുന്നു.